1857 വിപ്ലവം പരാജയപ്പെടാനുണ്ടായ കാരണം ദ ഫെയിലിയർ ഓഫ് ദ റിവോൾട്ട് 1857. 1857 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ അതേ കമ്പനി സൈന്യത്തിലെ ശിപ്പായിമാർ എന്ന് വിളിച്ചിരുന്ന ഇന്ത്യക്കാരായ ഭടന്മാർ തുടങ്ങുകയും മുഗൾ രാജാവ് ബഹദൂർ ഷായുടെ നേതൃത്വത്തിൽ അവരോധിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ഉത്തര മധ്യ ഇന്ത്യയിൽ പടർന്നു പിടിക്കുകയും ചെയ്ത ഒരു സായുധ സമരമാണ് 1857 കലാപം. ഇതിനെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നും ഇന്ത്യയിലെ മഹത്തായ വിപ്ലവമെന്നും 1857 വിപ്ലവമെന്നും ശിപ്പായി ലഹളയെന്നും ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നു. താന്തിയ തോപ്പെ, നാനാ സാഹിബ്, ഭക്തഖാൻ, ബീഗം ഹസ്രത്ത് മഹൽ, ഝാൻസി റാണി എന്നിവരായിരുന്നു ഇതിൻ്റെ പ്രമുഖ നേതാക്കൾ. 1857 മെയ് 10 മീററ്റിലാണ് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തിലൂടെ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ ഇന്ത്യയുടെ ഭരണം പൂർണ്ണമായും ബ്രിട്ടീഷ് രാജ്ഞിയുടെ നിയന്ത്രണത്തിലായി. മംഗൾ പാണ്ഡെയായിരുന്നു വിപ്ലവത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി. ബ്രിട്ടീഷുകാർ വിപ്ലവത്തെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. വിപ്ലവം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ നിരവധിയാണ്. ദുർബലമായൊരു നേതൃത്വമാണ് ഉണ്ടായിരുന്നത്. കലാപത്തിൽ പങ്കെടുത്ത അംഗങ്ങൾക്ക് ഐക്യത്തിൻ്റെയും പൊതുവായ ലക്ഷ്യത്തിൻ്റെയും അഭാവമുണ്ടായിരുന്നു. ശിപ്പായിമാർക്ക് വ്യക്തമായൊരു നേതാവില്ലായിരുന്നു. നിരവധി പേരാണ് നേതാക്കന്മാരായി ഉണ്ടായിരുന്നത്. വിദേശികളെ തുരത്തുന്നതിനുള്ള ഒരു യോജിച്ച പദ്ധതി അവർക്കില്ലായിരുന്നു. ചില ജന്മിമാർ ബ്രിട്ടീഷുകാരെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. മിലിറ്ററി സുപ്പീരിയോറിറ്റി ഓഫ് ദ ബ്രിട്ടീഷ് സൈന്യത്തിലെ ഉയർന്ന പദവികളെല്ലാം ബ്രിട്ടീഷുകാരുടെ കൈകളിലായിരുന്നു. വ്യാപകമായൊരു പങ്കാളിത്തത്തിൻ്റെ അഭാവമുണ്ടായിരുന്നു. ചിലയിടത്ത് ഇതൊരു സൈനിക വിപ്ലവമായിരുന്നു, ചിലയിടത്ത് ഇത് ജനകീയ മുന്നേറ്റമായിരുന്നു. ഇത് വ്യാപകമായി പടർന്നു പിടിച്ചില്ല. നോർത്ത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ഉണ്ടായത്. കലാപത്തിൽ കൂടുതലും പങ്കെടുത്തത് ബംഗാൾ സൈനികരായിരുന്നു. ചില നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാരോട് സൗഹൃദം സ്ഥാപിച്ചു. അവർ വിപ്ലവത്തിൽ പങ്കെടുത്തില്ല. അവർ ബ്രിട്ടീഷുകാരെ സഹായിക്കുകയാണ് ഉണ്ടായത്. ദാവൂദിൽ മാത്രം ഇതൊരു ജനകീയ മുന്നേറ്റമായി തുടർന്നു. തെക്കേ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ ഇതിൽ പങ്കെടുത്തിരുന്നില്ല. ഇതൊരു പരാജയത്തിൻ്റെ കാരണമായി. നേതാക്കന്മാർക്കിടയിൽ ആശയങ്ങൾ ഉണ്ടായിരുന്നില്ല. പഴയ ആശയങ്ങളാണ് അവർ വെച്ചു പുലർത്തിയിരുന്നത്. ബ്രിട്ടീഷുകാർ ഇതൊരു അടിച്ചമർത്തൽ നയമാക്കി മാറ്റി. ബ്രിട്ടീഷുകാർ നവീന ആശയങ്ങളാണ് പിന്തുടർന്നത്. ഇത് ചില നാട്ടുരാജ്യങ്ങൾ സ്വാഗതം ചെയ്തു. ശക്തമായൊരു നേതൃത്വം ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ബഹദൂർ ഷാ രണ്ടാമൻ ഒരു ദുർബലനായിരുന്നു. ഇതൊരു പരാജയ കാരണമാണ്. ചില നാട്ടുരാജ്യങ്ങൾ ബഹദൂർ ഷായെ ചക്രവർത്തിയാക്കിയത് പിന്തുണച്ചില്ല. ഇത് എതിർപ്പിന് കാരണമായി. ഒരു ഐക്യബോധം വിപ്ലവകാരികൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. കമ്പിത്തപ്പാൽ, തീവണ്ടി പോലുള്ള വാർത്താമാധ്യമങ്ങൾ ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നു. ഇത് അവരെ കൃത്യമായി വിവരങ്ങൾ അറിയാൻ സഹായിച്ചു. ഇന്ത്യക്കാർക്കൊരു പൊതുവായ ലക്ഷ്യമുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്കൊരു പൊതു ലക്ഷ്യമുണ്ടായിരുന്നു. ഇതവരെ വിജയത്തിലേക്ക് നയിച്ചു. ഈ വിപ്ലവം ഒരു പരാജയമായിരുന്നെങ്കിൽ ഇത് പല മാറ്റങ്ങൾക്കും കാരണമായി.